താത്തയുടെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആലോചിച്ചൊരു വഴി കണ്ടെത്താം. പിന്നെ നമ്മുടെ കാര്യം മൻസൂറല്ല, അവന്റെ ഉപ്പുപ്പാന്റെ ഉമ്മാട് അനിയത്തിയുടെ മോൻ കുഞ്ഞിക്കാദർ ഖബറ് പൊളിച്ച് എഴുന്നേറ്റ് വന്ന് സമരം ചെയ്താലും നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്റെ മോളെ. അതോർത്ത് ഒരു ടെൻഷനും വേണ്ട. അച്ചു, നമ്മുടെ സന്ദീപ് അളിനെ കണ്ടില്ല. അവന് ഏത് ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയിരിക്കണേ? അവൻ വന്നോളും, വാ നമുക്കിവിടെ. സന്ദീപാ. ആ സന്ദീപേ, ആക്സിഡന്റോ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ ലൈസൻസോ? ബൈക്കിലോ? നിന്റെ ബൈക്കിലോ? ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ആ കിട്ടി, ഞാനത് കൊണ്ടുവരാം. താലൂക്ക് ഓഫീസിന്റെ മുന്നിൽ അല്ലേ? അവിടെ അല്ലേ? ആ ശരി ശരി, ഞാൻ അങ്ങോട്ട് വരാം. എന്താ പറ്റിയ? എടാ, സന്ദീപളിയും കല്യാണത്തിന് പോയി വണ്ടിയേ അതാരേ ചെറുതായിട്ടൊന്ന് മുട്ടിയെന്ന്. ഡ്രൈവ് ചെയ്തിരുന്ന അവനാ. കേസായിരിക്കേ. അവൻ്റെ അടുത്താണെങ്കിൽ ലൈസൻസും ഇല്ല. ഞാനൊന്ന് കൊണ്ട് കൊടുത്തിട്ട് വരാം. മച്ചുവല്ലേ, നീ ഇവിടെ നിൽക്കി. നീ ചെല്ലേ. ഈ കാര്യങ്ങളൊക്കെ ഞാനും ഷംനയും തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. എന്തേ, കൂട്ടുകാരി അക്കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷെ ഡോക്ടർ, ഷംന ശരിക്കൊരു പഞ്ചപാവാ. അവളെ ആർക്കും എന്തും പറഞ്ഞു പറ്റിക്കാം. ഞാൻ അവളെ പറഞ്ഞ് പറ്റിച്ചതാണോന്ന് ടെസ്റ്റ് ചെയ്യാണല്ലേ. നിങ്ങൾക്ക് അവളോടുള്ള സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു. അതിലെനിക്ക് ചെറിയ അസൂയുണ്ട്. അവളോട് ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെ ഇപ്പോഴും ആവർത്തിക്കുന്നു. ഈ ലോകത്ത് ഏത് ശക്തി എതിർത്താലും ഷംനയെ ഞാൻ എൻ്റെ സ്വന്തമാക്കിയിരിക്കും. അതെന്റെ വാക്കാണ്. എന്താ പോരെ? മതി, നിങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. സച്ച് എ ജെന്റിൽമാൻ യു ആർ. പക്ഷേ നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ രണ്ട് മതത്തിൽപ്പെട്ടവർ വിവാഹിതരാവുന്നത് ഇക്കാലത്ത് പുതിയ കാര്യമൊന്നുമല്ല. എങ്കിലും വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് എതിർപ്പ് ശക്തമാവുമ്പോൾ എന്തിന് വെറുതെ റിസ്ക് എടുക്കണമെന്നൊക്കെ തോന്നിയാ? രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടോ? അല്ല, ഇത്രയും ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒപ്പം പഴുതുകൾ അടച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഫീൽഡ് ഗുണം ചെയ്യും. അമ്മു, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. ഒരു ഡിപ്ലോമസി ഇല്ല. ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ ക്ഷമിക്കണം. ഹേയ്, ഞാൻ തമാശ പറഞ്ഞല്ലേ. ഷംനയുടെ മുമ്പിൽ പിന്നെയുണ്ട് ഒരുപാട് പ്രോബ്ലംസ്. അവളുടെ അളിയാക്ക. അയാളിനി ഷംനയെ വേണ്ടാന്ന് വെച്ചാലും കണ്ണീര് കുടിക്കാൻ പോകുന്നത് അവളുടെ താത്ത മുംതാസ. ഒരു സീനത്തിന് നിക്കാഹ് കഴിക്കും അയാള്. ആ സ്ത്രീയാണെങ്കിൽ ഷംന സൂചിപ്പിച്ചിരുന്നു, വളരെ റഫാണ് അവര്. അവരാ വീട്ടിൽ വന്ന അതോടെ തീരും മുംതാസ് താത്തയുടെ ജീവിതം. ഒരു പാവം അവര്, ഷംനേക്കാളും പാവം. ഇപ്പോ സ്വന്തം താത്തയെ സഹായിക്കാനും സഹായിക്കാതിരിക്കാനും ആവാത്ത സ്ഥിതിയില്ല കൂട്ടുകാരി. എന്തെങ്കിലും ഒരു നല്ല നിർദ്ദേശം ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒരു വഴി തീർച്ചയായും തുറന്നു കിട്ടാതിരിക്കില്ല. ആലോചിക്കാന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഷംനയുമായി ബന്ധപ്പെട്ട ഈ കാര്യം എനിക്കിപ്പോ വലുത് തന്നെയാണ്. ഒരു ആക്സിഡന്റ് കേസ്. ഞാനിപ്പോ വരാം. നമുക്ക് പിന്നെ സംസാരിക്കാം. ഡോക്ടർ, ഇപ്പൊ ആക്സിഡന്റായി കൊണ്ടുവന്ന അർജുൻ എന്ന പേഷ്യന്റ് വളരെ ക്രിട്ടിക്കലാ. ഹാർട്ട് ബീറ്റ് നോർമൽ അല്ല. ഹെഡ് ഇഞ്ചുറി ഉണ്ട് അല്ലേ? ഇന്റേണലാ. ഇമ്മീഡിയറ്റ് സർജറി നടത്തിയില്ലെങ്കിൽ. സിസ്റ്റർ, അയാൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റൂ. ഡോക്ടർ വരും. ഡോക്ടർ, പേഷ്യൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവാണ്. കിട്ടാൻ ഇത്തിരി പ്രയാസമുള്ള ഗ്രൂപ്പാ. വാട്ട് അബൌട്ട് അവർ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക്? അവിടെ അന്വേഷിച്ചിരുന്നു.
ഈ ഗ്രൂപ്പിലുള്ള ബ്ലഡ് അവിടെ ഇപ്പൊ ഇല്ല. ഉം. ഉം. ഹലോ ഡോക്ടർ. ഷംനയുടെ കോളേജിലോ ഹോസ്റ്റലിലോ O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ഇറ്റ് ഈസ് വെരി അർജന്റ്. ശ്വേതയുടെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ് ആണല്ലോ. ആണോ? എങ്കിൽ താൻ പെട്ടെന്ന് ശ്വേതയെ വിവരം അറിയിക്കണം. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വരണം. ഓക്കെ ഡോക്ടർ. ഹലോ ശ്വേത. താങ്ക്സ്. കൃത്യസമയത്ത് ശ്വേത സഹായിച്ചതുകൊണ്ട് ഒരു ജീവൻ രക്ഷപ്പെട്ടു. അയാൾക്കിപ്പോ എങ്ങനെയുണ്ട്? നൗ ഹീസ് ഓക്കെ. അല്ല, ബ്ലഡ് കൊടുത്തത് ശ്വേത, പക്ഷേ ക്ഷീണം മുഴുവൻ താഴെയിരിക്കുന്ന കൂട്ടുകാരിക്കാണല്ലോ. അല്ലെങ്കിലും ഷംന അങ്ങനെയാ, ചോര കണ്ട തല ഇറങ്ങുന്ന കൂട്ടത്തില. ശ്വേതയുടെ ബ്ലഡാ ആ പേഷ്യന്റെ ശരീരത്തിലൂടെ ഓടുന്നത്. അപ്പോ അയാളൊന്ന് കാണണമെന്നുണ്ടോ? ഓ ഷുവർ ഡോക്ടർ. വരൂ. ഡോക്ടർ, അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ വേണ്ട, നോർമലായിട്ട് ഞാൻ വന്ന് കാണാം. ഓക്കെ. അളിയക്കോട് ഞാൻ സംസാരിക്കാനോ? എനിക്കയാളെ കാണുന്ന തന്നെ ഇപ്പോ. അതൊക്കെ ശരിയാകാം. ഞാൻ ശരിക്കും ആലോചിച്ചു. പല വഴികളും മുമ്പിൽ കടന്നു വന്നു. പക്ഷേ ഏറ്റവും പ്രായോഗികവും ഫലവത്താവാൻ സാധ്യതയുള്ളതുമായി എനിക്ക് തോന്നിയ വഴിയാണിത്. ഷംനയ്ക്ക് മൻസൂറുമായി ഇതുവരെ നല്ല സൗഹൃദമല്ലേ ഉള്ളത്? അതെ. ആ സൗഹൃദത്തിന്റെ പേരിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായി പറയണം. പക്ഷേ ശ്രദ്ധിക്കണം, അയാൾക്ക് മുമ്പിൽ കരയുകയോ അപേക്ഷിക്കുന്നത് പോലെ സംസാരിക്കുകയോ ചെയ്യരുത്. ഷംനെ, ആത്മവിശ്വാസത്തോടെ അവനവന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കുന്ന ഒരു പെൺകുട്ടിയോട് മത്സരിക്കാൻ അത്ര പെട്ടെന്നൊന്നും ആരും തയ്യാറാവില്ല. ഞാൻ എങ്ങനെ ഇതൊക്കെ അയാളോട്? ചില സമയങ്ങളിൽ നമുക്കില്ലാത്ത ധൈര്യം ഉള്ളതുപോലെ അഭിനയിക്കേണ്ടി വരും ഷംന. ആ രീതിയിൽ ഇതിനെടുക്കണം. പിന്നെ മുംതാസിന്റെ കാര്യം, നല്ല ട്രീറ്റ്മെന്റ് ലഭിക്കുന്ന എത്രയോ ഹോസ്പിറ്റലുകളുണ്ട്. ഞാൻ മുൻകൈ എടുക്കാതിന് അതൊക്കെ അയാളുടെ നയത്തിൽ സൂചിപ്പിക്കണം. ഷംനയ്ക്ക് അതിന് കഴിയും. ഗുഡ്. ഹായ് ഷംന, എന്താ കാണണമെന്ന് പറഞ്ഞത്? അലീക്ക, നമുക്കങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. അല്ല, ഷംനയ്ക്ക് വിശപ്പുണ്ടോ? നമുക്ക് കാര്യമായിട്ട് വല്ലതും കഴിക്കാം. ഇവിടെ അടുത്ത് പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ പോയിരുന്ന് സമാധാനമായി സംസാരിക്കാം. അലീക്ക, എനിക്ക് വിശക്കുന്നില്ല. അല്ല ഷംന, പറയാനധികം കാര്യങ്ങളും ഇല്ല. ഒരേ ഒരു കാര്യം മാത്രം, അത് ഇവിടെ നിന്ന് തന്നെ പറയണമെന്ന് തോന്നി. ഇത്താത്ത എന്നോട് സംസാരിച്ചിരുന്നു. എന്നിട്ട് അലീക്ക, ഒരിക്കലും എനിക്കിതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. നിങ്ങളെ ഞാൻ അങ്ങനെയൊന്നുമല്ല കണ്ടിരുന്നത്. ദയവ് ചെയ്ത് എന്നെ മനസ്സിലാക്കണം. ഇതുവരെ കണ്ടത് എങ്ങനെയായിക്കോട്ടെ, അതിൽ മാറ്റം വരുത്താൻ നമ്മൾ വിചാരിച്ചാൽ കഴിയുന്നതല്ലേ ഉള്ളൂ. അതൊന്നുമല്ല, അതിന് പറ്റില്ല. കാരണം ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, ഡോക്ടർ സുജിത്ത്. അദ്ദേഹം ഉദയഗിരി ഹോസ്പിറ്റലിലെ ജനറൽ ഫിസിഷ്യനാണ്. എന്റെ കോഴ്സ് കഴിഞ്ഞാലുടൻ ഞങ്ങൾ വിവാഹിതരാകും. ഞാൻ പറഞ്ഞില്ല അലീക്ക, സ്വന്തം സിസ്റ്ററിന്റെ ഹസ്ബൻഡ് എന്നതിനപ്പുറത്ത് ഒരു സഹോദരന്റെ സ്ഥാനമാണ് എന്റെ മനസ്സിൽ അലീക്കയ്ക്ക്. അതെന്നും അങ്ങനെ തന്നെയാവണം. എല്ലാ കാര്യങ്ങളും സുഹൃത്തുക്കളെ പോലെ നമ്മൾ സംസാരിക്കാറില്ലേ? പിന്നെ പെട്ടെന്നിങ്ങനെ? പെട്ടെന്നൊന്നുമല്ല, കുറേ കാലമായി. എന്നുവെച്ചാ
മുംതാസിനെ പെണ്ണ് കണ്ട കാലം മുതൽ നീയും എൻ്റെ മനസ്സിൽ കയറിയതാ. റബ്ബേ, എന്റെ അളിയക്ക തന്നെയാണോ ഈ സംസാരിക്കുന്നേ? നിങ്ങൾ എന്റെ മുഖത്ത് നോക്ക്. മുഖത്ത് നോക്കി തന്നെ പറയാം, നിന്നെ എനിക്കിഷ്ടാ, പെരുത്തിഷ്ടാ. നീ ഒന്ന് സമ്മതം മൂളേണ്ട സമയം എൻ്റെ ഭാര്യയായി മാറും ഷംന. നടക്കില്ല, നടക്കില്ല ഇത്. ഇല്ല, നടക്കില്ല. ഉറപ്പിച്ച് പറയേ. എനിക്കതിനാവില്ല. ഇനി ഈ കാര്യത്തിന് എന്നെ നിർബന്ധിക്കരുത്. ശരി, നിന്നെ ഇനി നിർബന്ധിക്കുന്നില്ല. പക്ഷേ നീ ഇല്ലെന്ന് കരുതി എനിക്ക് നിക്കാഹ് കഴിച്ചുവിടുന്നില്ലല്ലോ. ആ വിശേഷവും താത്ത പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞങ്ങളത് ഉറപ്പിക്കാൻ പോവാ. അരുത്, അങ്ങനെ ചെയ്യരുത്. ആ സീനത്ത് അവളെ നിങ്ങൾ നിക്കാഹ് ചെയ്ത ആ വകതിരിവുണ്ട്. സ്വന്തം ചേച്ചിക്ക് നല്ല ജീവിതം ഉണ്ടാകണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, അതിനുവേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്യാനുള്ള മനസ്സ് അത് മാത്രം ഇല്ലാതെ പോയി. എന്തു ചെയ്യാം? ഷംന, നീ നോക്കിക്കോ, ഞാൻ നിക്കാഹ് ചെയ്യാൻ പോകുന്നു. കോട്ടക്കൽ അഹമ്മദ് ഹാജിയുടെ മകൾ സീനത്തിന് തന്നെ. എന്റെ രണ്ടാം ഭാര്യയായി സീനത്ത് വീട്ടിൽ വന്ന് കയറുന്ന അന്ന് മുതൽ തുടങ്ങും നിന്റെ പുന്നാരത്താത്തയുടെ നല്ല കാലം. പിന്നെ ഇതുവരെ ഞാൻ നിന്നോട് എങ്ങനെയായിരുന്നോ ആ സമീപനം ഇനി പ്രതീക്ഷിക്കണ്ട. ആ അളിയാത്ത മരിച്ചു. സാർ, ബില്ല്. ആ, ഒരു പെപ്സി. ഓക്കെ, ഒരു മിനിറ്റ്. ഹലോ സാർ. മനസ്സിലായില്ലെന്ന് മുഖം കണ്ടാൽ അറിയാം. ഞാൻ വിവേക്. അല്ല, എനിക്ക് സാറിന്റെ സ്റ്റുഡന്റ് അമ്മുല്ലേ, അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആള്. ഇപ്പൊ മനസ്സിലായി കാണും. ഓക്കെ, നൈസ് ടു മീറ്റ് യു. ഇങ്ങനെയാണോ സ്വന്തം സ്റ്റുഡന്റിന്റെ ഉഡ്ബിയെ പരിചയപ്പെടുമ്പോ? ഒന്ന് രണ്ട് കുശലാന്വേഷണങ്ങൾ കൂടി ആവാം, പ്രത്യേകിച്ച് അതൊരു സ്പെഷ്യൽ സ്റ്റുഡന്റ് കൂടി ആവുമ്പോ. വാട്ട് യു മീൻ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് ചോദിക്കുക. പിന്നെന്താ, എനിക്ക് നേരെ വാ നേരെ പോയി ലൈൻ തന്നെയാണ് ഇഷ്ടം. അല്ലാതെ പഠിപ്പിക്കുന്ന പെൺകുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് തരാമെന്ന് പറഞ്ഞേ ആരുമില്ലാത്ത നേരത്ത് വീട്ടിൽ വിളിച്ചു വരുത്തുന്ന. സ്റ്റോപ്പ് ഇറ്റ്. ഇതൊരു പബ്ലിക് പ്ലേസ് ആയി പോയി. അല്ലെങ്കിൽ താൻ എന്ത് ചെയ്യൂടോ? അതിനു മാത്രമുള്ള ധൈര്യം തനിക്കുണ്ടോ? ഒരധ്യാപകൻ വന്നിരിക്കുന്നു, ആ ജോലി ചെയ്യാനുള്ള അർഹത തനിക്കുണ്ടോടും? അരുൺകുമാറിനെ ടീച്ചിങ് എത്തിക്സും സോഷ്യൽ എത്തിക്സും പഠിപ്പിക്കാൻ പറ്റില്ലേ? പഠിപ്പിച്ചാലും താൻ പഠിക്കില്ലല്ലോ. തന്റെ മനസ്സിലിരിപ്പ് വേറെയല്ലേ പഠിപ്പിക്കുന്ന കുട്ടികളോട്. ഒന്ന് താൻ മനസ്സിൽ വെച്ചോ, നാളെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാമോ താൻ ഒറ്റ ഒരുത്തിന് ഇടയ്ക്ക് കയറി കളിക്കുന്നതുകൊണ്ട് അവൾ എന്തുമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടെന്നറിയോ തനിക്ക്? ഞാനൊരു മാഷാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും സാമൂഹ്യ മര്യാദകൾ നോക്കാറുമുണ്ട്. പക്ഷേ ഇനിയും താൻ ഈ രീതിയിൽ തന്നെ സംസാരിച്ചു തുടങ്ങിയ എനിക്ക് എന്റെ നിയന്ത്രണം വിട്ടെന്ന് വരും. ചിലപ്പോൾ ഞാൻ മാഷ് അല്ലാതെ എന്ന് വരും. കല്യാണം കഴിച്ച ഒരാളാണെന്ന് പോലും മറന്ന് കൊച്ചു പെമ്പിള്ളാരുടെ പുറകെ പ്രേമിക്കാൻ നടക്കുന്ന താനൊരു മാഷാണോടോ? എന്റെ അമ്മൂനെ ഇനിയും താൻ ഉപദ്രവിച്ചാലുണ്ടല്ലോ. ആ, നിങ്ങളും ഉണ്ടായിരുന്നോ? വെരി ഗുഡ്. ഭർത്താവിന്റെ പ്രണയലീലകൾക്ക് കൂട്ടു നിൽക്കുന്ന ഭാര്യയല്ലേ, അപ്പോ കൂടെ തന്നെ ഉണ്ടാവണം. എന്താ പറഞ്ഞ? കൈയെടുക്കും മാഷേ. ക്ലാസ്സിൽ കുട്ടികളെ ചൂരിലുകൊണ്ട് പേടിപ്പിക്കുന്ന അഭ്യാസം പുറത്തെടുക്കല്ലേ. ഇത്രയും നല്ലൊരു സുന്ദരി കൂടെ ഉണ്ടായിട്ടും നിനക്കൊക്കെ അത്യാഗ്രഹം മാറുന്നില്ലല്ലോ.
കരുവേട്ട, അത് പോട്ടെ. ഇനി അതിന്റെ പേരിൽ വിഷമിക്കുന്ന എന്തിനാ? എല്ലാവരുടെ മുന്നിൽ ആകെ നാണം കെട്ടു പോയില്ലേ? എന്തിനാ അവനോടൊക്കെ യുദ്ധം ചെയ്യാൻ പോകുന്നേ? ഒന്നും കേട്ടില്ലെന്ന് നടിച്ച് മിണ്ടാതെ പോരാനുള്ളതിന്. ദേ ചാരു, മിണ്ടാതെ നിന്നോണം. ആ റാസ്കലിന് 2 കൂടെ വൃത്തിക്ക് കൊടുക്കേണ്ടായിരുന്നു. അവള് ആ അമ്മോ ഇതിനൊക്കെ കാരണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അവള് വന്നാ സത്യമായിട്ട് ഞാൻ അവളെ തല്ലും. നീ മേടിക്കും നല്ല ചുട്ടയടി. അവളൊന്ന് കരഞ്ഞു കാണിച്ചപ്പോ മനസ്സലിഞ്ഞ് ഈ കുഴപ്പത്തിലേക്ക് എന്നെ കൊണ്ട് ചാടിച്ചത് നീയാ. അമ്മ ഇതിലെന്ത് ചെയ്തു? അയാളല്ലേ വിവരമില്ലാതെ പെരുമാറിയത്? അമ്മുവിന്റെ കാര്യമായതുകൊണ്ടാണല്ലോ അവൻ ഇതിലൊന്ന് പെട്ടത്. പിന്നെ വിവരമില്ലാതെ അവൻ വിളിച്ചു പറഞ്ഞത് കേട്ടല്ലോ. എന്നെക്കുറിച്ച് മാത്രമല്ല, നിന്നെക്കുറിച്ചും ഉണ്ട്. ഭർത്താവിന്റെ പ്രണയലീല. കരുവേട്ട, വേണ്ട. നമ്മുടെ നാവുകൊണ്ട് അതൊന്നും ആവർത്തിക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തെ അതൊന്നും ബാധിച്ചിട്ടേ ഇല്ല. അങ്ങനെ ബാധിക്കാതിരിക്കണമെങ്കിൽ ഇപ്പൊ ഇവിടെ വച്ച് നീ എനിക്കൊരു വാക്ക് തന്നേ പറ്റൂ. മേലിൽ അമ്മുവിന് വേണ്ടി എന്നോട് സംസാരിക്കരുത്. വാക്കുതാ. സമാധാനമായല്ലോ. ഇനി ടെൻഷൻ ഉണ്ടാവരുത്. അതെനിക്കുള്ള വാക്ക്. ഈ അർജുൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു അല്ലേ? അതെ. താമസമൊക്കെ? ഞങ്ങൾ 3 പേരും ചേർന്ന് ഒരു വീട് റെന്റിന് എടുത്തിരിക്കുക. ആ, അയാളുടെ വീട്ടിൽ നിന്ന് ആരും ഇതുവരെ വന്നില്ലല്ലോ. അവന്റെ വീട്ടില് അമ്മ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങള് അമ്മേനെ അറിയിക്കുന്നത് അവന് ഇഷ്ടമല്ല. അതുകൊണ്ടാ. അതെന്താ? അറിയിച്ചാൽ അമ്മ പേടിക്കും, കുറച്ച് വിഷമിക്കും ചെയ്യും. അതുകൊണ്ട് പ്രയാസങ്ങളൊന്നും അവൻ ഒരിക്കലും അമ്മയെ അറിയിക്കുന്നത് കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ ഞാനുണ്ടല്ലോ. ഗുഡ്. പിന്നെ നിങ്ങളുടെ സുഹൃത്തിന് ഇപ്പോ അപകടനിലയൊക്കെ കഴിഞ്ഞു. ഇന്ന് തന്നെ വാർഡിലേക്ക് മാറ്റാം. എന്റെ കൊരട്ടുമുത്തി, എന്നാ ഞാൻ. ശരി. ആ, അമ്മു, കാര്യമായി പർച്ചേസിങ് കഴിഞ്ഞ ലക്ഷണമുണ്ടല്ലോ. എന്തൊക്കെയാ വാങ്ങിയത്? കൊറേ സാധനങ്ങൾ വാങ്ങി. ഇനിയിപ്പോ ബാഗ് തുറന്നു കാണിക്കാൻ ബില്ല് കയ്യിലുണ്ട്. അത് മതിയാവോ? തമാശ കൊള്ളാം. തമാശ ഇഷ്ടപ്പെടുന്ന ഈ സ്വഭാവം കൊള്ളാം. അപ്പൊ ഒരു തമാശ കൂടി ആവാല്ലേ? തമാശ നിങ്ങളുടെ ആ പ്രൊഫസറല്ലേ, അരുൺകുമാർ, അയാളെക്കുറിച്ചുള്ളതാ. കഴിഞ്ഞ ദിവസം ടൗണിൽ റെസ്റ്റോറൻറ്റിൽ വെച്ച് ഞങ്ങൾ നന്നായിട്ടൊന്ന് മുട്ടി. അയാളുടെ കൂടെ വൈഫും ഉണ്ടായിരുന്നു. 1ഉം 2ഉം പറഞ്ഞേ കോളേജ് വാദ്യാര് നമ്മളെ ഒന്ന് ചൊറിയാൻ വന്നു. ഞാൻ വിടുവോ? കണക്കിന് കൊടുത്തു വിട്ടു. കസ്റ്റമേഴ്സിന്റെയും ജോലിക്കാരുടെയൊക്കെ മുമ്പിൽ വെച്ച് രണ്ടിനെ നന്നായിട്ട് നാണം കെടുത്ത് വിട്ടു. തറയായാലേ ഞാൻ ഏതറ്റം വരെ പോകുമെന്ന് അയാൾക്ക് നന്നായിട്ട് മനസ്സിലായി. എന്തേ, തമാശ ഇഷ്ടപ്പെട്ടില്ലേ? എന്ത് പറയാനാ നിങ്ങളോടൊക്കെ? എന്തും. നീ എന്നോടൊന്നും തുറന്ന് സംസാരിക്കുന്നില്ല എന്ന പരാതിയേ എനിക്കുള്ളൂ. നിനക്ക് വേണ്ടിയാമോ ഞാൻ കണ്ടവന്മാരോടൊക്കെ തല്ലുണ്ടാക്കുന്നത്?
പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അയാളുടെ വീട്ടിൽ പോയുള്ള ആ പ്രൈവറ്റ് ട്യൂഷൻ അത് നമുക്ക് വേണ്ട. മുമ്പും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒന്നുകൂടി ഉറപ്പിച്ച് പറയാ, അമ്മു അതങ്ങ് അവസാനിപ്പിച്ചേക്ക്. എനിക്ക് വേണ്ടി തല്ലുണ്ടാക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അത്രയും വലിയ ത്യാഗം വേണോ? എനിവേ, നിങ്ങളുടെ ഇഷ്ടം. നാട്ടുകാർ കൈവയ്ക്കുന്ന ഒരു ദിവസം അത് തനിയെ അവസാനിച്ചോളും. പിന്നെ പ്രൈവറ്റ് ട്യൂഷൻ അത് എന്റെ ഈ അമ്മുവിന്റെ ഇഷ്ടം. അരുൺ സാറിന്റെ വീട്ടിൽ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഇത്രയും വെറുപ്പാണെന്ന് അറിഞ്ഞതിൽ സന്തോഷമായി. ആ വെറുപ്പ് കൂടട്ടെ. ട്യൂഷൻ നിർത്തിയാലോ എന്ന് സത്യത്തിൽ ഞാൻ ആലോചിച്ചതാ. നിങ്ങളുടെ വെറുപ്പ് പ്രമാണിച്ച് ഇനി ഞാനത് നിർത്താൻ പോകുന്നില്ല. ഇനി എന്നും ഇല്ലാത്ത സമയമുണ്ടാക്കി ഞാൻ അവിടെ പോവും. സാറിനെയും കാണും. അത് സാർ വീട്ടിൽ തനിച്ചായിരിക്കുമ്പോ. പോട്ടെ. അമ്മു, നീ എന്താ ഇങ്ങനെയൊക്കെ? ആദ്യമായിട്ടാ ഒരു പെൺകുട്ടി എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. തനിക്ക് എന്തറിയോടോ പെൺകുട്ടികളെ കുറിച്ച്? വഴിമാറ്.